2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തേക്ക് വരുമ്പോൾ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച വിജയം ആരുടെയാണെന്നറിയോ? കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഞാൻ പറയും സന്ദീപ് വാര്യരുടെയാണ്. സന്ദീപ് വാര്യരുടെ ഭൂതകാലം നമുക്കറിയാം. നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ച പല സംസാരങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ പലപ്പോഴും അദ്ദേഹം കടന്നാക്രമിച്ചിട്ടുണ്ട്. പറയാമെന്നതിന്റെ പാരമ്യത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ ആശയത്തിൽ നിന്നൊക്കെ മാറി മിതത്വത്തോടുകൂടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ പാരസ്പര്യത്തോടുകൂടി സംസാരിക്കാൻ തുടങ്ങിയപ്പം എല്ലാം നമ്മൾ മറന്നില്ലേ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സന്ദീപ് വാര്യർക്കെതിരെ മത്സരിച്ചതാരാ? VPP മുസ്തഫ. സമുദായം നോക്കി, പേര് നോക്കി നമ്മൾ ആരെങ്കിലും വോട്ട് ചെയ്തു? ഇല്ല. സന്ദീപ് വാര്യരുടെ ഭൂതകാലം നോക്കി VPP മുസ്തഫക്ക് വോട്ട് ചെയ്തോ? ഇല്ല. മറിച്ച് സന്ദീപ് വാര്യർ ഇന്ന് പാരസ്പര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ആ സമഭാവനയുടെ മനോഭാവത്തിലേക്ക് എത്തിയപ്പം എല്ലാവരും, എല്ലാ സമുദായം അദ്ദേഹത്തിനൊപ്പം നിന്നാണ്ടില്ലേ? ഇപ്പം തൃക്കരിപ്പൂർ അദ്ദേഹം മത്സരിച്ചു. അവിടെ മുസ്ലിം സമുദായം വളരെ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. നമ്മളെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു അതെല്ലാം ഹൃദയത്തിൽ നിന്ന് പോയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്ത് അദ്ദേഹം 4000-ഓളമാണെന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. അദ്ദേഹത്തെ നമ്മൾ വിജയിപ്പിച്ചല്ലോ. നമുക്ക് എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ 1000 വട്ടം വർഗീയവാദി എന്ന് പറയുമ്പോഴും ഒരു RSSകാരനോടും ഒരു BJPക്കാരനോടും വ്യക്തിപരമായി ഒരു തരത്തിലുള്ള വൈരാഗ്യം, ഞാൻ എൻ്റെ കാര്യം പറയാൻ എനിക്കില്ല, ഒരാളോടും ഇല്ല. ആശയത്തോടുള്ള വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. അന്ധമായി മുസ്ലിം വിരുദ്ധം, അന്ധമായി ന്യൂനപക്ഷ വിരോധം, അന്ധമായി ഒരു സമൂഹത്തോടുള്ള വെറുപ്പ്, ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ആവശ്യമില്ലാത്ത അനാവശ്യ വർത്തമാനം, എന്തിനും മതം കലർത്തുന്ന ഈ ഒരു സ്വഭാവത്തോടുള്ള ദേഷ്യം മാത്രമേ ഉള്ളൂ. നാളെ ഒരു BJPക്കാരൻ ആത്മാർത്ഥത ഇല്ലാതെ പോലും നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പോകണം, നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്ന് ഒരു വാക്ക് നിന്റെ വായിന്ന് വീണ് കിട്ടിയാൽ ഞാൻ നിനക്ക് വോട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. ആരോടും സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു വെറുപ്പും നമുക്ക് ആർക്കും ഇല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സന്ദീപ് വാര്യർ എന്തെല്ലാം പറഞ്ഞു അതെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹത്തിനെ മനുഷ്യനായി കാണാൻ തുടങ്ങി. മനുഷ്യനായാൽ എല്ലാവർക്കും ഒപ്പം നിൽക്കും.